കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് അപകടത്തിൽ 105 പേർ മരിച്ചു. 500-ലേറെ പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. വിശദാംശങ്ങൾ നൽകാനായി അപകടസ്ഥലത്ത് നിന്ന് അല്ലമീൻ ചേരുന്നുണ്ട്. ഒപ്പം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ശ്യാമാർ ബാബുവും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റഹീസ് റഷീദും, കൊല്ലം ഗസ്റ്റ് ഹൌസിൽ നിന്ന് മുഹമ്മദ് അസ്ലമും, തിരുവനന്തപുരത്ത് നിന്ന് കെ സജീഷും ചേരുന്നു. ആദ്യം അല്ലമീനിലേക്ക്. അമീൻ, ഇപ്പോൾ സംഭവം നടന്ന അപകടസ്ഥലത്താണ് നിൽക്കുന്നത്. ഏറ്റവും പുതിയതായി അവിടെ നിന്ന് തരാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? നിസ, ഞാനിപ്പോൾ നിൽക്കുന്നത് നിസ സൂചിപ്പിച്ചതുപോലെ ഈ അപകടം നടന്ന പരവൂരുള്ള ക്ഷേത്രത്തിന്റെ അപകടം നടന്ന സംഭവ സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ ഉള്ള ഈ ക്ഷേത്രത്തിനുള്ളിലുള്ള കമ്പപ്പുരയ്ക്ക് തീപിടിച്ചാണ് ഈ നാടിനെ ചാമ്പലാക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചേർന്നത്. ഇന്നലെ 12 മണിയോടുകൂടിയാണ് ഇവിടുത്തെ ഈ കമ്പക്കെട്ടും മറ്റും ആരംഭിച്ചത്. 3 മണിയോടുകൂടിയായിരുന്നു അപകടം. നിരവധി ആളുകൾ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ വാർത്ത അറിഞ്ഞും കേട്ടും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുകയും അപകടത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചുള്ള ആ ഒരു കണക്കുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയും ഒരു സാഹചര്യത്തിൽ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ള അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തുന്നുണ്ട്. ഫോറൻസിക് വിഭാഗം ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ഈ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടം തകർന്ന് കോൺക്രീറ്റ് തകർന്നാണ് ഒരുപാട് പേർ മരിച്ചതും അപകടത്തിൽപ്പെട്ടതും. അവർക്ക് ഈ കോൺക്രീറ്റ് മേൽക്കൂരയും കെട്ടിടവും അവരുടെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. അതിന്റെ കോൺക്രീറ്റ് പാളികൾ കൊണ്ടും പലർക്കും അപകടം സംഭവിച്ചു. ഇത്തരത്തിൽ നിരവധി ആളുകൾ തന്നെയാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്ര പരിസരത്തായി നിരവധി വീടുകൾ തിങ്ങി പാർക്കുന്നുണ്ട്. ഒരു കോളനി മാതിരി അല്ലെങ്കിൽ പോലും നിരവധി വീടുകൾ അതിന്റെ പരിസരത്തിന് ഈ ക്ഷേത്രത്തെ ചുറ്റി നിരവധി വീടുകളാണുള്ളത്. ഈ സംഭവം നടന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ 100 കണക്കിന് വീടുകളിൽ അതിന്റെ പ്രകമ്പനം ഉണ്ടാവുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. നിരവധി വീടുകളുടെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള നിരവധി വീടുകളുടെ മേൽക്കൂരയടക്കം തകർന്നു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇവിടെ തമ്പടിച്ച് ഇന്നലെ രാത്രി ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ നിരവധി ആളുകൾ ഇവിടെ ഇടം പിടിച്ചിരുന്നു വെടിക്കെട്ട് നേരിട്ട് കാണുന്നതിനായി. ആ വെടിക്കെട്ട് അതിൻ്റെതായ രീതിയിൽ ആസ്വദിക്കുന്നതിനും ദൃശ്യം സാധ്യമാകുന്ന തരത്തിൽ ഇതിന്റെ ക്ഷേത്രത്തിന് മുന്നിലും ഈ വെടിപ്പുരയ്ക്ക് മുന്നിലുമായിട്ടാണ് നിരവധി പേർ തമ്പടിച്ചിരുന്നത്. ഈ പരിസരങ്ങളിലുള്ള പലരും ക്ഷേത്രത്തിലേക്കല്ല എത്തിയിരുന്നത്, മറിച്ച് അവരുടെ വീടുകളുടെ ടെറസുകളിലും വീടിന്റെ പരിസരത്തു നിന്നും അവർക്ക് ഈ വെടിക്കെട്ട് കാണാൻ സാധിക്കും, കമ്പക്കെട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവർ അവിടെ കേന്ദ്രീകരിക്കുകയായിരുന്നു. ജില്ലയ്ക്ക് പുറത്തും അതുപോലെ പരവൂർ പ്രദേശത്ത് പുറത്തുനിന്നുള്ള നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ മന്ത്രി അടൂർ പ്രകാശ് സൂചിപ്പിച്ചതുപോലെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള കച്ചവടക്കാർ ഉൾപ്പെടെ ഇതിൽ ഉണ്ട് എന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. വ്യക്തമായ ഒരു എണ്ണം നമുക്ക് ലഭ്യമാകുന്നില്ല. കാരണം ഇവിടെ ഉള്ളവർ സൂചിപ്പിക്കുന്നത് 10,000-കണക്കിന് ആളുകൾ ഇത്തരത്തിൽ ഇവിടെ ഓരോ വർഷവും എത്തിച്ചേരാറുണ്ട്. ഏതായിരുന്നാലും 1000-കണക്കിന് ആളുകൾ തന്നെയാണ് ഇവിടെ തമ്പടിച്ചിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിൽ എത്ര പേർക്ക് പരിക്ക് പറ്റി, ഏതെല്ലാം ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പലർക്കും വ്യക്തതയില്ല. പലരും ഇപ്പോൾ ബന്ധുക്കൾ ആയിട്ടുള്ള കുടുംബക്കാരായിട്ടുള്ള പലരെയും കാണാനില്ല എന്നൊരു പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം മരിച്ച പലരുടെയും മൃതശരീരങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നുള്ളത്. പലരുടെയും തലയും ഉടലും വേർതിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലരുടെയും ശരീരങ്ങൾ ഛന്നഭിന്നമാകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെയൊന്നും തിരിച്ചറിയാനാകാത്തൊരു സാഹചര്യവും സ്ഥിതിവിശേഷവുമുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 9 മണിയോടുകൂടി പൂർത്തിയാക്കാൻ സാധിച്ചു. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ആശുപത്രി അധികൃതർക്കും മുന്നിലുള്ള ശ്രമകരമായ ജോലി എന്ന് പറയുന്നത് ഇത്തരത്തിൽ മരിച്ചവരെ തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിന്ന് ഈ 9 മണിയോടുകൂടി അപകടത്തിൽപ്പെട്ടവരുടെ പരിക്കേറ്റവരുടെയും അതുപോലെ മരിച്ചവരുടെയും ശരീരങ്ങൾ ആശുപത്രികളിലേക്കും മറ്റും മാറ്റി. അതിനുശേഷം ഇവിടെ കാണാനുള്ള കാഴ്ചയായിരുന്നു ഏറ്റവും ഹൃദയഭേദകം. കാരണം ശരീര അവശിഷ്ടങ്ങൾ മൺവെട്ടിക്ക് കോരി ചാക്കിലും മറ്റും നിറച്ച് കൊണ്ടുപോകുന്ന അസഹനീയമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അല്പം നിമിഷം മുമ്പ് വരെയും ഈ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നത്. ഇതെല്ലാം ആശുപത്രികളിലേക്കും മറ്റും എത്തിച്ചിട്ടുണ്ട്. കൈകാലുകൾ വേർതിരിഞ്ഞ രീതിയിൽ, പല്ലും മുഖവും തലയും മുടിയും ഒക്കെ തന്നെ വേർതിരിഞ്ഞ രീതിയിൽ അത്ര ഭയാനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഈ തകർന്നടിഞ്ഞ കെട്ടിടത്തിനുള്ളിലും. അതുപോലെ തന്നെ രാവിലെ ഇവിടെ എത്തി ഫയർഫോഴ്സ് ഈ പ്രദേശം തണുപ്പിക്കുകയുണ്ടായി. ദാരുണമായ ദുരന്തം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അലമീനിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ